എന്തിനാ ആലോചിക്കുന്നത്? എടാ ഞാനിങ്ങനെ ആലോചിക്കണായിരുന്നേ, ഒരു 1500 ഏക്കറിൽ ഒരു വലിയൊരു വീട്, ഒരു AC വെച്ച ഒരു വീട്, മറ്റേ ഒരു ലക്ഷറി കാറ്, ഒരു സുന്ദരിയായ ഒരു പെണ്ണ്, ഒരുപാട് സ്വത്തുക്കള്. അതെ അതെ അങ്ങനത്തെ. ഇപ്പൊ ആലോചിക്കേണ്ട കാര്യം എന്താ? എടാ ഇപ്പൊ ആലോചിക്കാനുള്ള കാരണേ, എടാ നമ്മളിവിടെ എത്ര നാളായിട്ട് ഇതേപോലെയൊക്കെ ഇരുന്ന് കമ്പനി അടിക്കണം. നമ്മുടെ കൂടെ കുറെ പേരുണ്ടായി. അവരൊക്കെ ഇപ്പൊ എവിടെ എത്തി? അവർക്ക് വീടായി, കാറായി, പെണ്ണായി. നമുക്ക് മാത്രം ഇതൊന്നും ഇതുവരെ ആയിട്ടില്ല. അതെന്താന്ന് ഞാനിങ്ങനെ ആലോചിച്ച് വെച്ചത്. എടാ കഴിഞ്ഞ ദിവസമാണ് ഈ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായത്. എന്താടാ? പണിക്ക് പോണോടാ. കണ്ടല്ല, ഇതേപോലത്തെ ഒത്തിരി ചെറുപ്പക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ഈ പ്രാവശ്യത്തെ രസികരാജയിൽ ഇതേപോലത്തെ പണിക്കൊന്നും പോകാത്ത ഒരു ചെറുപ്പക്കാരെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, സുബീഷ്, എന്തായാലും യങ് ബ്ലഡ് ആണ് നമ്മുടെ രസികരാജയിലെ. ഏറ്റവും പ്രായം കുറഞ്ഞ ആളുകളാണ് നിങ്ങൾ. യങ് സ്മാർട്ട് ബോയ്സ്. എന്തായാലും ഇത്രയും ഒരുപാട് പ്രൊഫഷണൽ സ്റ്റേജുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ഈ ഇവിടെയുള്ള രസികരാജക്കന്മാരുടെ കൂടെ നിങ്ങൾ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രാഗൽഭ്യം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. കറക്കാം നിങ്ങൾക്ക് ആ ചക്രം. ഓക്കെ. കവിതയാണ് വന്നിരിക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് ആലോചിക്കണോ? ഒരു 10 നിമിഷം എടുത്തോളൂ ആലോചിക്കാൻ. ഏതാണ് കവിത? ഇവൻ കോളേജിനടുത്ത് പോയിട്ട് പാടുന്ന ഒരു കവിത. പെണ്ണുങ്ങളെ കാണുമ്പോൾ. കോളേജിനടുത്ത് പോയിട്ട് പാടുന്ന പറയുമ്പോ അറിയാം പെണ്ണുങ്ങളെ കാണുമ്പോൾ. നിന്നിൽ തുളുമ്പുന്ന യൗവനം കണ്ടു ഞാൻ ഇന്നലെയുറങ്ങിയിലെന്നോമലേ. നിന്നിൽ തുളുമ്പുന്ന യൗവനം കണ്ടു ഞാൻ ഇന്നലെയുറങ്ങിയിലെന്നോമലേ. ആദ്യത്തെ വർഷമാണല്ലേ നീ കോളേജിലാദ്യമാണല്ലേ. പോകുന്ന വഴികളിൽ പരിമളം വീശുന്ന ഫോറിന്റെ മണമൊന്നു വേറെ തന്നെ. അച്ഛൻ ഗൾഫിലാണല്ലേ നിന്റെ ലക്ഷണം കണ്ടു ഞാൻ ഊഹിച്ചതാ. ഇത് പെട്ടെന്ന് ആലോചിച്ചെടുത്താണോ സുബീഷ്? അല്ല, സുബീഷ് തന്നെ എഴുതിയുണ്ടാക്കിയാണോ? ഇല്ലില്ല, ഇങ്ങനെ കേട്ട് പക്ഷെ നല്ലതാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞു. ഇനി നമ്മുടെ റിയൽ പെർഫോമൻസിലേക്ക് കിടക്കാം. എന്താണെന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ കലിങ്കല് പോയിരുന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചിരിക്കില്ലേ, വെറുതെ ജോലിക്ക് പോണെന്ന് ആദ്യം പറയും വീട്ടില്. പക്ഷെ എന്നിട്ട് അതൊന്നും അവിടെയൊന്നും പോകാതെ ജോലിക്ക് പോകാതെ ഉഴപ്പി നടക്കുന്ന ചെറുപ്പക്കാർ. കലിങ്ക് ടീം. ഓക്കെ, നല്ല സ്കിറ്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ പെർഫോം ചെയ്തോളൂ. ഓൾ ദി ബെസ്റ്റ്. കേരളത്തിൽ സ്മാർട്ട് സിറ്റി വരുന്നതോടുകൂടി 25,000 പേർക്ക് ജോലി ഉറപ്പാകും. ജോലി ഇവനൊന്നും വേറെ പണിയില്ലാണ്ട് സ്മാർട്ട് സിറ്റി വരുന്നു പറയണല്ലാണ്ട് ഇതൊന്നും വന്നിരുന്നെങ്കിൽ ഈ 25,000 പേര് ജോലിക്ക് പോകുന്നത് ഈ കലിങ്കിലിരുന്ന് കാണാമായിരുന്നു. സുരേഷേ, എന്താടാ ഗിരി നമ്മളെ ചതിച്ചടാ? നീ കാര്യോട്ട് പറഞ്ഞാണോ? അതെയാടാ, ആ ഗിരി നമ്മളെ ചതിച്ചടാ. എങ്കിൽ ഇത് അവനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഗിരി, ഒരുമിച്ച് നിന്നിട്ട് നീ കാല് മാറിയല്ലടാ. നീ സത്യം ചെയ്തല്ലടാ. സത്യം ചെയ്തല്ലേ? പറയടാ, ഞാൻ ഈ കേട്ടത് സത്യമല്ലെന്ന് പറയടാ. നീ ജോലിക്ക് പോയി അല്ലടാ? പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി. തന്തേം തളയും പട്ടിണിയാന്നറിഞ്ഞപ്പോ അവൻ ജോലിക്ക് പോയിരിക്കുന്നു. നന്ദി കെട്ട വർഗം. പോണവര് പോട്ടറാ. ഈ കലിങ്കിന് ഇനി നമ്മളുണ്ട്. ഇവരൊക്കെ നാണമുണ്ട് വല്ല പണിക്കും പോകാൻ. വെറുതെ അല്ലേ ഇന്ത്യ രക്ഷപ്പെടാത്തത്? എപ്പ നോക്കിയാലും തൊഴില്. വിശ്രമം വേണ്ടേ? ബീഡിയണ്ട. എടാ, ശരിക്കും പറഞ്ഞാലേ ജോലി ഇല്ലാണ്ട് ഈ കാലത്ത് ജീവിക്കാന്ന് പറഞ്ഞ ഒരു അന്തസ്സാ.
എടാ അതിന് നമ്മുടെ വീട്ടുകാർക്ക് അറിയില്ലല്ലോ. എടാ ഇന്നലെ എനിക്ക് പ്രാന്ത് പിടിച്ചിട്ട് വയ്യാർന്ന്. ഇന്നലെ ആ തള്ളയുണ്ടല്ല, എടാ അവര് ശരിയല്ലടാ. എന്തുപറ്റിടാ? എടാ ഇന്നലെ ഉണ്ടല്ല, എന്താടാ കറി ഉണ്ടായില്ലേ? അതല്ലെന്ന്. എടാ കരിമീൻ ഓട്ടംപുളി ഇട്ട് വെച്ചിരുന്നു. എടാ അവര് മുറ്റൊടിച്ച് പാത്രം കഴി ഉണ്ടാക്കിയ കാശ് കരിമീൻ മേടിച്ച ഒരു ഓട്ടംപുളി ഇട്ട് വെച്ചിരിക്കണ്ട. എടാ കരിമീൻ വറുത്തതാണ് എനിക്കിഷ്ടമെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? ആ ഒരു 100 തവണ ആ തള്ളയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വറുത്ത് വെക്കണമെന്ന്. നിന്റെ വീട്ടിൽ അത്രയല്ലേ ഉള്ളൂ. എന്റെ വീട്ടിലെ പോലെ നാരഞ്ച മീനൊന്നും തിരിച്ചില്ലല്ലോ നിന്നെ കൊണ്ട്. ദണ്ണുണ്ടടാ. അത് മാത്രോ? കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടില് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണായിരുന്നു. അപ്പൊ ഒടുക്കത്തെ എന്റെ അപ്പന്റെ ഒരു ചുമ. എന്ത് ശല്യമാണ് ദൈവമേ. അപ്പൊ അമ്മ വന്നിട്ട് പറഞ്ഞ് അപ്പനോ ആശുപത്രി കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് നമ്മുടെ അപ്പനാണല്ലോ. അപ്പൊ കയ്യിലുണ്ടായ ഒരു 250 രൂപ എടുത്തിട്ട് ആശുപത്രി കൊണ്ടുപോയി മരുന്ന് മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്നു. എടാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ഈ ചെലവായി 250 രൂപ ഞാൻ തള്ളയിടത്തി വെച്ച്. അപ്പൊ തള്ളയുടെ മുഖം ഒന്ന് കാണുന്നോർത്തടാ വെറുത്തുപോയി. ഓ ആ തള്ളയുടെ കെട്ടിയവന് മരുന്ന് മേടിച്ചു കൊടുത്തതിന് നിന്റെ 250 രൂപ പോയി അല്ലേ? ആണേ ഈ കാരണവന്മാരൊക്കെ കണക്കടാ. ഞാൻ തല്ലി പിടിച്ച് വഴക്കിട്ട് കഴിഞ്ഞ പിന്നെ ചോറിനൂലേ. എന്റെ കാര്യം നേരെ തിരിച്ചാ. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ല ഒരു ഇച്ചിരി ഭക്ഷണം പോലും ഞാൻ വീട്ടുകാർക്ക് കൊടുക്കില്ല. കംപ്ലീറ്റ് ചോറും കറി ഞാൻ തന്നെ അങ്ങ് തിന്നും. ഈ ആളുകൾ എങ്ങനെയാണ് ഈ പണിയെടുത്ത് തിന്നണെന്ന് ആലോചിച്ചിട്ടെ എനിക്കങ്ങ് ഓക്കാനും മന്നി. ഓ എടാ നോക്കിയടാ നമ്മുടെ കുറുപ്പുംപാടത്തെ രമണിയല്ലടാ പോണ്. കണ്ട വലിയ ജോലിക്ക് ഓടാൻ തോന്നും. SBI ബ്രാഞ്ച് മാനേജറാണ്. AC-ക്കത് വെറുതെ ഇരിക്കാൻ പോണവള്. ആ ബിനോയ് പോണാണ്ടാ തടിയൻ തടി അത് തന്നെ. എടാ അവനെ ഈ സർക്കാർ ആശുപത്രിയിൽ ഈ രോഗികളെ നോക്കാൻ പോലെയാണ്. രോഗികളുടെ ഇടയിൽ ആ ചുമയും കൊരയൊക്കെ ഇട്ട് എന്റെ ദൈവമോ. അയ്യോ ഇവന്റെ ഒരു അവസ്ഥ. എടാ നമ്മള് ജോലിക്ക് പോകാത്ത ഈ ആളുകൾക്കാണ് വിഷമം. ഇവിടെ വേറെ കുറെ എണ്ണങ്ങളുണ്ട് വെറുതെ പഠിക്കാനായിട്ട് തുളത്ത് സഞ്ചിയും തൂക്കി പഠിക്കാനായിട്ട് പോണ്. എടാ വിദ്യാഭ്യാസം കൊണ്ട് രക്ഷപ്പെടാത്ത എത്ര പേരാടാ നമ്മുടെ നാട്ടില്. എടാ നമ്മുടെ മമ്മൂട്ടിയിലടാ പഠിച്ച് വക്കീലാടങ്ങേര് ആണോ? വക്കീലായിട്ട് വലിയ കാര്യമുണ്ടാ? വലിയ കോടതി പോയിട്ട് യെസ് യുവർ ഓണർ നോ യുവർ ഓണർ എന്ന് പറയാൻ പറ്റിണ്ടാ പുള്ളിക്ക്? പുള്ളി ഇപ്പൊ എന്തോ ഇങ്ങനെ അഭിനയിച്ച് നടക്കണല്ലേ. എങ്ങനെ രക്ഷപ്പെടാനായിട്ട്? എടാ അപ്പൊ ജഗദീഷ് അയാള് കോളേജിൽ ലെക്ചർ ആയിരുന്നില്ലേ, എന്നിട്ട് വല്ല രക്ഷപ്പെട്ട അയാള് ഇങ്ങനെ അഭിനയിച്ച് നടക്കണാണ്. എടാ എന്തിനധികം പറയണ്ട. നമ്മുടെ ഈ കളക്ടറല്ലേ IAS പാസ്സായതല്ലേ, എന്നിട്ട് ഇപ്പോഴും കളക്ടറല്ലേ. ഒരു ചെറിയ പിയൂടാകാൻ പറ്റിയ. എടാ എന്നാലും ഈ അമിതാഭ് ബച്ചൻ എന്താണ് രക്ഷപ്പെടാത്തത്? ആ എല്ലാരും നമ്മളെ പോലെ ആവൂലല്ലടാ. എടാ ഇത് പറഞ്ഞപ്പോഴേ ഞാനൊരു കാര്യം ആലോചിച്ചത്. എന്റെ ചേട്ടനുണ്ടല്ല ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്ത് കോഴി വളർത്തി പൊളിഞ്ഞ്, ആട് വളർത്തി പൊളിഞ്ഞ്, പന്നി വളർത്തി പൊളിഞ്ഞ്, എല്ലാം കഴിഞ്ഞപ്പോ പുള്ളി നിരാശനായിട്ട് താടി വളർത്തി. എന്നിട്ട് അത് പൊളിഞ്ഞോ? എനിക്കത് കണ്ടപ്പോ പൊളിഞ്ഞു വന്നതാണ്. എടാ ഈ പന്നി വളർത്തലൊക്കെ നല്ല ലാഭമുള്ളടാ, പിന്നെന്താ പൊളിഞ്ഞു പോയത്? പിന്നെ എടാ പാകിസ്ഥാനിൽ പോയി പന്നി വളർത്തി എങ്ങനെ ചെലവാനാടാ? ഏതായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചളിയാ. ഇത്ര നാൾ ഈ കലങ്കിൽ ഇരുന്ന പോലെ അല്ലട്ടാ. ഞാൻ തീരുമാനിച്ചതാ ഈ ജന്മത്തിൽ ഞാൻ പണിയെടുക്കൂല. ഹോ അപ്പൊ ഞാനാ? അത് മതി. എടാ ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു ജോലിക്ക് പോകുന്ന പെണ്ണിനെ കിട്ടുള്ളൂ. ഞാൻ കെട്ടനാണെങ്കിൽ ഒരു പണിയില്ലാത്ത പെണ്ണിന് ഞാൻ കിട്ടുള്ളൂ. അതെന്താടാ? അവക്ക് കിട്ടാൻ പോണ 8ന്റെ പണിയാണ് ഞാൻ. അതീ കൂടുതൽ എന്ത് പണി കിട്ടാനാടാ? എടാ ഞാൻ ഇങ്ങനെയൊന്ന് ആലോചിക്കണായിരുന്നടാ. എനിക്കൊരു ലോട്ടറി അടിച്ചാലുണ്ടല്ല ഈ കലിങ്ങ ഞാൻ വലുതാക്കും. അതിന്റെ അടുത്തായിട്ട് ഒരു ചെറിയൊരു വീട്. അല്ല അപ്പൊ നീയാ? എനിക്ക് ലോട്ടറി അടിച്ച് ഞാൻ എന്ത് ചെയ്യാനായിട്ടാണ്? എന്നാലും ഞാൻ ആലോചിക്കണതേ എന്നിട്ട് നമുക്ക് മാത്രം എന്താ ലോട്ടറി അടിക്കാത്തത്? ശരിയുണ്ട്, എല്ലാവർക്കും ഇപ്പൊ ലോട്ടറി അടിക്കണ്ടാ. അവിടെ 7,000 രൂപ അടിക്കണം, ഇവിടെ 25,000 രൂപ അടിക്കണം, അവിടെ 1,00,000 മാരുതിക്കാർ അടിക്കണം. എന്തൊക്കെ അടിയാണ്. നമുക്ക് മാത്രം ഒന്നും അടിക്കാനുള്ള. നമുക്ക് ഭാഗ്യമല്ലോ, അതുകൊണ്ട് തന്നെ. ആ അതൊക്കെ പോട്ടെ, നീ ലോട്ടറി എടുക്കാറുണ്ടോ? ഇല്ല. നീയാ? ഞാനും എടുക്കാറില്ല. എടാ നമുക്ക് ശരീരം അനങ്ങാത്ത, വിദ്യാഭ്യാസം വേണ്ടാത്ത, വിവരം വേണ്ടാത്ത, പിന്നെ എല്ലാവരെയും കുറ്റം പറയുന്ന ഒരു ജോലി. അങ്ങനെ ഒരു ജോലി ഉണ്ടാ? അല്ല നീ ആലോചിച്ച് നോക്ക്. കിട്ടിയടാ, അങ്ങനത്തെ ഒരു ജോലി കിട്ടിയടാ. എന്താടാ പറ? ശരീരം അനങ്ങാത്ത, ബുദ്ധി വേണ്ടാത്ത, എല്ലാവരെയും കുറ്റം പറയുന്ന ഒരു ജോലി. എന്ത് ജോലി? റിയാലിറ്റി ഷോയിലെ ജഡ്ജ്. എടാ ഞാനില്ലടാ. അതെന്താടാ? ബബിൾ കഞ്ചാവക്കാൻ എനിക്ക് വയ്യ.